എല്ലാരുമായിട്ട് നമ്മൾക്ക് ഒരു നല്ലൊരു റാപ്പുണ്ട്, എല്ലാരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് ആ ബിഗ് ബോസ് ഷോയില്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ലക്ഷ്മിയെ പോലുള്ള ആളുകൾ എന്തിന്റെ ബലത്തിലാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് വിടുന്നത്? അതാ പുറത്തുള്ള കളി. അതായത് അകത്ത് ഈ പുള്ളിക്കാരത്തിന്റെ സൗണ്ട് വരെ കേൾക്കുന്നില്ല. ഇപ്പൊ ഇവിടെ ഞാൻ വന്നിട്ട് ശേഷമാണ് കുറെ കാര്യങ്ങൾ നമ്മള് എപ്പിസോഡ് കണ്ടാലോ അത്ര അറിയുള്ളൂ. ആക്ച്വലി അതൊരു ആർമി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ആർമിന്ന് സ്വയം വിളിച്ചു കഴിഞ്ഞാൽ ആർമി ആകും ആക്ച്വലി ഈ പറഞ്ഞ പോലെ. പിന്നെ ഈ എന്താ പറയാ, എനിക്കത് തമാശയാണ്, ഞാനത് പുച്ഛിച്ച് കളയണുള്ളൂ. കാരണം ഇഷ്യൂ എന്ന് പറയുന്നത് ശരിക്കും ഒരു വേണ്ടാത്തൊരു ഇഷ്യൂ ആണ്. ഞാനാണ് എന്റെ ഏറ്റവും ആ ഇഷ്യൂ നേരിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു അപ്പൊ എനിക്കറിയാം അത്. അതെ, എന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നു, തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഗെയിമിനെ താഴ്ത്തി കാണിക്കുന്നു. ഈ പറഞ്ഞ പോലെ എന്താ അതിന്റെ പേര്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിനൊക്കെ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാല് നമ്മള് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസില് 63 days ആ ഗെയിമിൽ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എത്ര ദിവസം ഉണ്ടായിരുന്നു? 50 ദിവസം കംപ്ലീറ്റ് ചെയ്താ? ഇല്ലല്ലേ, 50 ദിവസം കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പൊ പിന്നെ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, തുല്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് ആയിട്ട് സംസാരിച്ചാൽ പോരെ. ലക്ഷ്മി അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്ത ഇല്ല അല്ലേ? എന്റെ ആ ഒരു വിഷയം വന്ന കാരണം എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ PR അത് വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു ഇപ്പോഴും. അത് അല്ലാതെ ലക്ഷ്മിക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല തോന്നുന്നു. റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റേ ഇതില്ലേ LGBT, അത് അപ്പൊ അവരെ സപ്പോർട്ടേഴ്സ്, ആന്റി LGBTQ സപ്പോർട്ടേഴ്സ് ഒരുപാടുണ്ട്. അപ്പൊ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു പാവം ഒരുപാട് പൈസ മുടക്കി തോന്നുന്നു PR വേണ്ടി. എന്നിട്ട് എവിടെ എത്താൻ പറ്റിയില്ല, 50 ദിവസം തേക്കാൻ പറ്റില്ല. എന്തോ ലക്ഷ്മി മുഖത്തോട് നോക്കാറില്ല. ലൈക്ക് ഞാൻ പറഞ്ഞ ഒരു മരക്കഷ്ണം എന്ന് പറഞ്ഞ രീതിയിലുള്ള വികാരമുള്ളൂ. നമുക്ക് അതിന് ഗെയിമറായിട്ട് തോന്നിയിട്ടില്ല. ആദ്യത്തെ ഈ ഒരു വന്നപ്പോ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുറെ പേര് ഭയങ്കര ഇവര് കുറെയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കാര്യം അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പില്, ലക്ഷ്മിയുടെ വാട്സാപ്പ് ഗ്രൂപ്പില് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇംഗ്ലീഷില്. ലൈക്ക് ഒരു വീഡിയോ ജസ്റ്റ് എന്താ അതിന്റെ പേര്, സ്റ്റോപ്പ് എന്താണ് നോർമലൈസിങ് മിസാൻഡ്രി, സ്റ്റോപ്പ് നോർമലൈസിങ് ഹോമോഫോബിയ, സ്റ്റോപ്പ് നോർമലൈസിങ് പേട്രിയാർക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് ഭൂരിഭാഗം പേർക്ക് അതൊരു എന്താ അതിന്റെ പേര്, എന്നെ ബിഗ് ബോസിൽ കണ്ടല്ലേ ശീലമുള്ളൂ. ഞാനിത് എന്റെ പ്രൊഫൈലിൽ ഇട്ടേക്കുന്ന വീഡിയോ ആണ്. അതായത് അതിനകത്ത് ഒരാളുടെയും പേര് പറയുന്നില്ല. താങ്ക് യു ജിയോ ഹോട്ട്സ്റ്റാർ, ഏഷ്യനെറ്റ് ആൻഡ് ബിഗ് ബോസ്, എന്റെ മോൾ ഷൈൻ ഫോർ നോട്ട് നോർമലൈസിങ് ഹോമോഫോബിയ, നോട്ട് നോർമലൈസിങ് മിസാൻഡ്രി ആൻഡ് നോട്ട് നോർമലൈസിങ് പേട്രിയാർക്കി. ഇത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. അതൊരു ഗ്രൂപ്പിൽ പോയി ഡിസ്കസ് ചെയ്തിട്ട്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരതിനകത്ത് ആ കമന്റ്, ഇതിനകത്ത് കുറെ അശ്ലീല കമന്റുകൾ ഇടുക, അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ഇടുക. എന്നിട്ട് ആ നെഗറ്റീവ് കമന്റ്സ് പോയി ലൈക്ക് അടിച്ച് അത് മുകളിലേക്ക് ആക്കുക. അപ്പൊ ഈ യൂഷ്വലി അൽഗോരിതം വർക്കേണ്ട രീതിയിൽ ഈ പറഞ്ഞ പോലെ ഈ പോസ്റ്റ് ഇവര് പിന്നെ പോയി റിപ്പോർട്ട് അടിക്കുക. അതിനകത്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒന്നുമില്ല. അപ്പൊ ഇത്രയും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, റിപ്പോർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, അത് ഞാൻ പറയും. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഇപ്പോ നടന്നിരിക്കുന്ന കാര്യമുണ്ടല്ലോ, ഒരാളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ അതിന്റെ പേര്, അതിനകത്ത് ഒരു ഗ്രൂപ്പില് ഫുള്ള് സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്, എന്റെ ഇതിനകത്ത്. അത് പരിഹസിച്ചോണ്ടാണ് ഇട്ടേക്കണത്. നിങ്ങള് ഈ പറഞ്ഞ പോലെ എന്താ അതിന്റെ പേര്, തോറ്റെങ്കിൽ തോറ്റെന്നുള്ളത് സമ്മതിച്ച് വീട്ടിയിരിക്കുക, പിന്നെ വന്ന് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വിക്ടിം ഇവനാണ്. ഞാൻ ആ വിക്ടിം, അല്ലാതെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഗെയിമിനകത്ത് കാണിച്ചു. ഞാൻ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാനത് മുഖം നോക്കിയിട്ട് ആര്യനും അക്ബറിനോട് നോക്കിയിട്ട് എടാ എല്ലാം ഇവിടെ തീർന്നു എന്ന് പറഞ്ഞിട്ട് പോകണം. ലക്ഷ്മിക്ക് ഞാൻ ഹഗ്ഗൊന്നും കൊടുത്തില്ല, കൈ കൊടുത്തുള്ളൂ, താല്പര്യമില്ലായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് വ്യക്തമാക്കേണ്ടതുണ്ട്. ലക്ഷ്മിയായിട്ട് ഞാൻ പുറത്ത് ഡിഫമേഷന് പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോ അതിന്റെ കാര്യങ്ങൾ പെൻഡിങ് ആയിട്ടിരിക്കുന്ന കാരണം ലക്ഷ്മിയോ ഞാനോ അതിനെപ്പറ്റി സംസാരിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം വെച്ചാല് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ലക്ഷ്മിയുടെ വീട്ടുകാരും ലക്ഷ്മിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അത് അവരോട് നമ്മൾ ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ കാര്യം ഡിഫമേഷൻ എന്നുള്ളൊരു ഒരു വ്യക്തിഹത്യ എന്നുള്ള ഒരു സംഭവം നടന്നിട്ടുള്ളത്. അതിന്റെ ഒരു കേസ്, ഞാനൊരു വക്കീലാണ്, അതിന്റെ ഒരു കേസ് പെൻഡിങ് ആണെന്നാണ് ഞാൻ പറഞ്ഞേക്കണം. അത് പെൻഡിങ് ആണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് യാതൊരു താല്പര്യമില്ല സംസാരിക്കാൻ വേണ്ടി. അത് കാരണം ഗെയിം തീർന്നിട്ടില്ല. പിന്നെ മാത്രമല്ല, എന്റെ ഇഷ്യൂ ലക്ഷ്മിയായിട്ട് മാത്രമാണ്, ജിയോ ഹോട്ട്സ്റ്റാർ ആയിട്ടല്ല, എന്റെ മോൾ ഷൈനായിട്ടല്ല, ഏഷ്യാനെറ്റ് ആയിട്ടല്ല, ഓക്കെ, ബിഗ് ബോസ് ആയിട്ടല്ല. ഇഷ്യൂ ഈസ് ലക്ഷ്മി എന്നുള്ളൊരു വ്യക്തി
ആ പുള്ളിക്കാരത്തി അവിടെ വന്നിട്ട് എന്തും പറയാം, അക്കൗണ്ടബിൾ ആവൂല. അതായത് ഇത് ഗെയിമല്ല, ഗെയിമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ഈ പറഞ്ഞ പോലെ ആന്റി LGBT ആൾക്കാരുടെ രീതിയിലുള്ളത് ചിലപ്പോൾ കാണാപ്പാടം പഠിച്ചു എന്ന് പറയായിരിക്കും. അല്ലെങ്കിൽ കുറെ ഈ പറഞ്ഞ ഹോമോഫോബിക് ആയിട്ടുള്ള ഐഡിയാസ് മുന്നിലേക്ക് ഇടുക, കുറെ മിസാൻഡ്രിസ്റ്റ് ഐഡിയാസ് മുന്നിലേക്ക് ഇടുക. ഇതൊക്കെ മനസ്സിലായി. ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു വ്യക്തി സൊസൈറ്റിയിൽ എങ്ങനെയായിരിക്കും, നമ്മളിപ്പോ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പുള്ളിയുടെ കാഴ്ചപ്പാടിന്, ഞാൻ നേരത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ പറഞ്ഞു ലക്ഷ്മിക്ക് കുറെ ട്രോമ ഉണ്ടെങ്കിൽ അത് വന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമല്ല ബിഗ് ബോസ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ അവിടെ ഷോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത് പരിശോധിക്കേണ്ടത്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ പറയാം, ഇവരുടെ ആർമി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പരിഹസിക്കുകയാണ്. അതായത് ഇവര് എന്ത് കണ്ടിട്ടാണ് ഈ ആർമി ഉണ്ടാക്കുക. പിന്നെ ഇന്നലെ ഞാൻ ഇട്ട ഒരു പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇട്ടത് താഴത്തേക്ക് വരാം, ഗെയിം കഴിഞ്ഞില്ലേ, നിങ്ങളല്ലേ ഗെയിം വരാത്തെ. നേരത്തെ പറഞ്ഞ പോലെ ഗെയിം ഞാൻ ഈ ബിഗ് ബോസ് മൊത്തം കഴിഞ്ഞു കഴിഞ്ഞിട്ട്, അതായത് ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പൊ അത് ഇറ്റ്സ് പേഴ്സണൽ, അല്ലാതെ ഈ പറഞ്ഞ പോലെ അതൊരു ഗെയിം ഷോയിന്റെ ഭാഗമായിട്ട് ആ ഗെയിം ഷോയിൽ ഉള്ള എന്താണ് അതിന്റെ പേര്, ഗെയിം ഷോയിനെ അഫക്ട് ചെയ്യാത്ത രീതിയിലാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ. അതെന്താണ് പേഴ്സണൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എന്റെ ഇഷ്യൂ അല്ല, അത് അഫക്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ഫോൾസ് അക്യൂസേഷൻ വന്നിട്ട് ഒരു പ്രശ്നമാവുന്നത്. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റാൻഡ്സ്, ആന്റി LGBT സ്റ്റാൻഡ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് ഞാനായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വേറെ ആൾക്കാർ തന്നെ. ഇപ്പൊ കുറെ ഫൗണ്ടേഷൻസ് ഉണ്ട്, അല്ലെ കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഈ ആന്റി LGBT സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവര് നോക്കിക്കോളും. മസ്താനിയായിട്ട് പ്രശ്നമല്ലേ, ലക്ഷ്മിയായിട്ട് മാത്രമാണോ പ്രശ്നം? അവളുമായിട്ട് അന്ന് തന്നെ ഈ പറയുന്ന മസ്താനിയുടെ ഒരു ടച്ചനെ ബാഡ് ടച്ച് എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഇത് താല്പര്യമില്ല ഇതിന്. ഞാനും അബിയും കൂടിയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കാം. അവൻ കളിക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് കളിക്കുന്നുണ്ടാണ് അവനവിടെ നിൽക്കുന്നതെന്ന് ആലോചിക്കുക. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നവരാണ് ഇപ്പൊ നിൽക്കുന്നത്, പോട്ടെ. പിന്നെ എന്താ പറയാ, അവരവരുടേതായിട്ടുള്ള രീതിയിൽ നെവിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന സമയം നന്നായിട്ട് കളിച്ചു, പിന്നെ കുറച്ച് ഡൗൺ ആയി. അത് ഞങ്ങള് ഒരു നല്ല രീതിക്ക് പറഞ്ഞവനെ മനസ്സിലാക്കി, പിന്നെ വീണ്ടും അവൻ നന്നായിട്ട് കളിക്കുന്നു. പറഞ്ഞ് മനസ്സിലാക്കിയോണ്ടല്ല, അവൻ അവന്റേതായിട്ടുള്ള രീതിയിൽ അവൻ ഓക്കെ. ഇപ്പൊ നിൽക്കുന്ന എല്ലാവരും നല്ല സ്ട്രോങ് ആണ്, നിക്കട്ടെ, നന്നായിട്ട് കളിക്കട്ടെ, അല്ലേ? ലൈക്ക് എനിക്ക് കുറച്ച് ആൾക്കാര് നമ്മള് എന്താന്ന് വെച്ചാൽ ഗെയിം വിലയിരുത്തുക, ഓരോരുത്തരുടെ ഗെയിം വിലയിരുത്തുക. അപ്പൊ നെവിൻ ഫസ്റ്റ് ദിവസം തൊട്ടൊരു ഗെയിമറാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ വിജയിപ്പിക്കാൻ നെവിൻ നമ്മളായിട്ടുള്ള പേഴ്സണൽ, ഞാൻ പറയുമ്പോ ഫേവററ്റിസം ആയിട്ട് തോന്നുന്നു. നമ്മളെ അനിയൻ ആയിട്ടാണല്ലോ കുട്ടികളെ നെവിനും, അതേപോലെ തന്നെ അനിയനും തന്നെ. അപ്പൊ അവര് രണ്ടുപേരും മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ താല്പര്യം. നമ്മുടെ താല്പര്യം പോലെ അല്ലല്ലോ പ്രേക്ഷകർ പിന്തുണ കിട്ടുക എന്ന് പറയുന്നതാണ് വലിയ കാര്യം. ഇപ്പൊ നിൽക്കുന്നതായിക്കോട്ടെ, അവിടെ നിന്നിട്ടുള്ളവരൊക്കെ ഈ പ്രേക്ഷക പിന്തുണ യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. അത് ഗെയിം, ഒരാൾ ഗെയിം ആയിട്ടാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഗെയിം ഷോ, റിയാലിറ്റി TV, അത് റിയൽ ആണല്ലോ, എല്ലാവരും റിയൽ പീപ്പിൾ ആണ്. അവിടെ റിയൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അത് ഒരുപക്ഷെ TV കാണുമ്പോൾ റിയൽ അല്ലായിരിക്കും, അവർക്ക് ചിലപ്പോ ഒരു പക്ഷെ റിയൽ ആയിട്ട് തോന്നില്ല. നമ്മള് മാക്സിമം റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ പറഞ്ഞ പോലെ ഫേക്ക് ആയിട്ട് ഒരു ഐഡിയോളജിയിൽ വന്ന ആൾക്കാരായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അത് പക്ഷെ ഒരു പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി അല്ലായിരിക്കും, അവരുടെ വേറെ ആയിരിക്കും. PR അത് ഞാൻ വീണ്ടും പറയാണ്, PR-ന് നല്ലൊരു പങ്കുണ്ട് അവിടെ ആര് നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ PR ഒരാളെ പൊക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നേരെ വന്ന് മറ്റൊരാളെ താഴ്ത്തി കാണിക്കണമെന്നല്ലോ. അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ആർമീസ് ഉണ്ട്, അത് ഭയങ്കര നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യില്ല. ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ടോ, ഈ PR എന്ന് പറയുന്നത് ഭൂരിഭാഗം പേരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ PR എന്ന് പറയുന്നത് ഈ ഇവരുടെ നല്ല വീഡിയോസ്, മാസ് വീഡിയോസ് ഒക്കെ എടുത്ത് പുറത്ത് കാണിക്കുക, ക്യൂട്ട് വീഡിയോസ് പുറത്ത് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് കാണിക്കുന്നതെന്നാണ്. അതല്ല ശരിക്കും. PR എന്ന് പറയുന്നത് ഇത്ര ഫാൻസ് പേജിന്റെ, അതായത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഇപ്പൊ ഓരോ ഫാൻ പേജുകളുണ്ടല്ലോ, ഇന്ന ഫാൻ പേജിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ വോട്ട് ഇത്ര പൈസ കൊടുത്ത്, അല്ല അത് മാത്രമല്ല, പൈസയുടെ വിഷയത്തിനേക്കാളും കൂടുതൽ എന്താ പറയുക, ഇവരെന്താ ചെയ്യുന്ന പറഞ്ഞാല് നെഗറ്റീവ് ആയിട്ട് കമന്റ്സ് ബാക്കിയുള്ളവരിൽ ഇടുക. ഒരു ഫുൾ എല്ലാ അക്കൗണ്ട്സും 0 ഫോളോയിങ്ങും ബോട്ട് അക്കൗണ്ട് ഒക്കെ ആയിരിക്കും. ഇതൊക്കെ ആയിരിക്കും വന്നിട്ട് കമന്റ് ഇടുക, നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മള് ഈ പറഞ്ഞ പോലെ ഒരു സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ കിടന്ന് കരയാണെന്നൊക്കെയാണ് പറയണം. കരയണല്ല, എനിക്ക് ഇതിനുള്ള മറുപടി ഇപ്പൊ ഗെയിം കഴിഞ്ഞ നല്ല രീതിയിൽ പറയാൻ അറിയാം. നേരത്തെ നിങ്ങൾ ഗെയിമിലല്ലേ കണ്ടിട്ടുള്ളൂ, അതിനു മുമ്പും അതിനുശേഷവും സെയിം വ്യക്തിത്വമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ ഒരു PR വെച്ച്
ഭയങ്കര മാസ് കാണിച്ച് ഒന്നുമല്ലാത്ത ഒരു ഗെയിമറിനെ വലിയ ഇതായിട്ട് കാണിക്കുമ്പോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നിർബന്ധമില്ലല്ലോ. എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മള് ലോ പഠിച്ച കാരണം ലീഗലി എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം ഇടുമ്പോ നീ അഭിപ്രായം പറയണ്ടെന്ന് പറയാൻ വേണ്ടി അങ്ങനെ ഞാൻ അങ്ങോട്ട് കേൾക്കേണ്ട ആവശ്യം. കുഞ്ഞിനെ കാണിച്ചിരുന്നു പറഞ്ഞിട്ട് തോന്നുന്നു. പക്ഷെ ഇതെന്താ പ്രശ്നം നമ്മളെ ഇതിനകത്ത് സംസാരിക്കാൻ കാരണം വെച്ചാല് ഞാൻ വരുമ്പോട്ടെ നമ്മള് ഗെയിം കളിച്ച ആൾക്കാരാ, നമ്മൾ ഒരിക്കലും ഗെയിം ടി വി കണ്ട ആൾക്കാരല്ല. അപ്പൊ നമുക്കറിയില്ല പുറത്ത് നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് കാണാതിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസിന്റെ ഷോയിൽ നടന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കോൺട്രാക്ട് പ്രകാരം അത് വെളിപ്പെടുത്താൻ പാടില്ല. അപ്പൊ അത് കാരണം തന്നെ അതാ ഞാൻ പറഞ്ഞ പുള്ളിക്കാരത്തിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ പുള്ളിക്കാരത്തിയോട് തന്നെ ചോദിക്കുക, അതാ ബെസ്റ്റ്. ഞങ്ങളിപ്പോ പറഞ്ഞ പോലെ ഗെയിം ഷോ കഴിഞ്ഞിട്ട് ഓക്കെ പിന്നെ ഒന്നാമത്തെ ഈ പരിപാടിയൊക്കെ മൈൻഡിന്നെ കളഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറെ നാളുകൊണ്ട് ഇവനെ ഒന്ന് കാണുക വന്ന് കാര്യം എനിക്ക് എന്റെ മൈൻഡിൽ വേറെ പരിപാടികളിലും ഇവനെ വന്ന് ഇത്രയും ദിവസമായിട്ട് ഫ്രണ്ട്ഷിപ്പ്, അതും ഈ പറയുന്ന പോലെ ഓൺലൈൻ മീഡിയസ് ഒരുപാട് പേര് ചോദിക്കുന്നു PR ടീംസ് നീയൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ഒന്ന് കണ്ടില്ലല്ലോ, ഇതാണോ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്തായാലും കാണാം. എല്ലാവർക്കും തിരക്കുണ്ട്, എല്ലാരും കാണും. ഞാനിപ്പോ എല്ലാ പഴയ ബിഗ് ബോസ് നമ്മള് ഈ പറഞ്ഞ പോലെ ഈ സീസണിൽ ഇറങ്ങിയ ആൾക്കാരായിട്ടൊക്കെ ഇടക്കിടക്ക് കണ്ടായിരുന്നു. അക്ബറിന്റെ ഒരു പരിപാടിക്ക് പോയായിരുന്നു. അതിന് എനിക്ക് വരാൻ പറ്റിയില്ല ശരിക്കും. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ അന്ന് വീഡിയോ കോൾ ഇവൻ വിളിച്ചെന്നെ ഞാൻ വീഡിയോ കോൾ ചെയ്തായിരുന്നു. വരാൻ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ നമ്മളിപ്പോ ഗെയിമിനകത്ത് വേറൊരു മൈൻഡ് സെറ്റ് ആണ്. ഗെയിമിനകത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു എന്താ പറയാ നമ്മളിപ്പോ അതിനകത്തും പുറത്തും എപ്പോഴും ആരെയും ഉപദേശം കേൾക്കാറില്ല. ഈ പറഞ്ഞ പോലെ ഒരാൾ വന്നിട്ട് നീ ഇങ്ങനെയാണ് നീ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. ഞാൻ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കയറിയെന്നുള്ളത് ഈ പറഞ്ഞ പോലെ അതുകൊണ്ടാണ്. എപ്പോഴും ഒരു അഭിപ്രായം ഉള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരൊറ്റ നിലപാടുള്ളൂ എപ്പോഴും, അല്ലാതെ നിലപാട് മാറ്റി കളിക്കാറൊന്നുമില്ല. നിലപാട് ഇല്ലാത്ത ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട്. അപ്പൊ അവരെന്താന്ന് വെച്ചാൽ PR വഴിയോ ആർമി വഴിയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഇപ്പോഴും ബിഗ് ബോസിൽ ഡ്രാമ കളിക്കുന്നത് ആരായിരിക്കും? ഞങ്ങൾ ഗെയിം കാണുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അതും ഗെയിം അല്ലേ. ഇപ്പൊ ഡ്രാമ കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഗെയിം അല്ലേ. അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ഒരു ഡ്രാമ ഇപ്പൊ പറഞ്ഞ ഡ്രാമ, ഈ ഗെയിം ആ ഗെയിം, ഫെയർ ഗെയിം, ഗെയിം അങ്ങനെയൊന്നുമില്ല. ഗെയിമേ ഉള്ളൂ. ഓരോരുത്തരുടെ ഗെയിമാണ്. ആയിരിക്കും ടിവിയിൽ ആരെന്താ കാണണമെന്ന് അറിയില്ല. ടിവിയിൽ ചിലപ്പോ എല്ലാരും എന്താ എടുക്കുന്നത്. ഇപ്പൊ ഇവര് റെലവെന്റ് ആയിരിക്കണം, നമ്മൾ റെലവെന്റ് ആയിട്ട് ഇരിക്കണമല്ലോ. ഒരാഴ്ചയിൽ നമ്മൾ നോമിനേഷനിൽ വന്നു, നമ്മൾ എങ്ങനെയാണ് റെലവെന്റ് ആവുക, നമ്മൾ എങ്ങനെയാണ് പുറത്ത് റെലവെന്റ് ആവുക എന്നുള്ളത് നമ്മുടെ ഗെയിമാണ്. അപ്പൊ അവരവരുടെ ഗെയിം റെസ്പെക്ട് ചെയ്യുക, അവരവരുടെ ഗെയിമിൽ അവരൊരു എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ഞാൻ നേരത്തെ അഭിപ്രായം ആവശ്യമില്ല. എല്ലാരും ഗെയിമേഴ്സ് ആണ്. ആരോടും പോയിട്ട് അങ്ങനെ നമുക്ക് തോന്നുന്നതാണ് അവരുടെ ഗെയിം. അത് മനസ്സിലായി. ഷാനവാസ് വാതിലെന്ന് പറയും പെങ്ങളൂട്ടിക്കാട് അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കളിച്ചോട്ടെ, ഞങ്ങളും അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രദേശക്കാടല്ലേ. എനിക്ക് അതിലെന്നോട് സിസ്റ്റേഴ്സ് ആണല്ലോ. പിന്നെ അപ്പൊ ഞാൻ പെങ്ങളൂട്ടിക്കാട് എടുത്തോ ഇല്ലല്ലോ. അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് പലതും പറയാം. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ പേര്, അക്ബറിന്റെ സിസ്റ്റേഴ്സ് ആയിരുന്നല്ലോ ആദ്യം അതിലെന്ന് പറയും. ഞങ്ങളുടെ സിസ്റ്റർ ആയിട്ട് വരുമോ. പിന്നെ ഈ പറയുന്ന അനുമോള് എല്ലാരും അതിനകത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ വരും. പക്ഷെ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗെയിമിനുപരി ഒരു പിന്നീന്ന് കുത്തുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാക്കാതിരിക്കുക, അതാണ് വേണ്ടത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈ ഗെയിമിന്റെ പുറത്ത് എന്ത് ആൾക്കാർ ചർച്ച ചെയ്യുന്നു, ഞാൻ ഇപ്പോൾ വ്യക്തമായിട്ട് എന്ത് ആൾക്കാർ ചർച്ച ചെയ്യുന്നു, PR എന്ത് സംസാരിക്കുന്നു, അതൊന്നും നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ ഗെയിം കളിച്ചത് വേറെ മൈൻഡ് സെറ്റിലാണ്. അപ്പൊ ഗെയിം കളിക്കാന്നുള്ള രീതിയിലാണ്, അല്ലാതെ ഗെയിമിന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും കളിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡ്രാമ ആയിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഫെയർ ഗെയിം ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഡേർട്ടി ഗെയിം ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ്. നമ്മളായിട്ട് അതിനുള്ളിൽ ഒരു ഗെയിമറിന്റെ ഗെയിം റെസ്പെക്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പൊ അനുമോൾ, ശൈത്യ, ആദിലനൂറ, ഇവരൊക്കെ നമ്മള് സിസ്റ്റേഴ്സ് പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞ സിസ്റ്റേഴ്സ് ആണ് അവര്. അപ്പൊ ആ രീതിയിലേ സംസാരിച്ചിട്ടുള്ളൂ. അത് എല്ലാരും അങ്ങനെയല്ലേ. നമ്മളിപ്പോ എന്താണ് ഒരു ചേട്ടാന്ന് വിളിക്കുന്നു, അതിന്റെ ഒരു റെസ്പെക്ട് തിരിച്ചു. പക്ഷെ ഗെയിമിൽ അങ്ങനെയല്ലല്ലോ. ഗെയിമിൽ എല്ലാവരും ഈക്വലാ. ഇപ്പൊ റെന മോള് എല്ലാരും സിസ്റ്റേഴ്സ് ആയിട്ട് വരും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബിന്നി അല്ലെ, അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഷാനവാസ് പെങ്ങളുട്ടിക്കാട് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള പെർസ്പെക്റ്റീവ് ആണ്. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം അവിടെ എല്ലാവർക്കും ഒരു ബോണ്ട് ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് ഇത്രയും ദിവസം ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് എന്ത് വന്നാലും ഒരു ബോണ്ട് ഉണ്ടാവും. അപ്പൊ ഒരു റെസ്പെക്ട്, ചേട്ടാ സിസ്റ്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരു
ഒരു റെസ്പെക്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന കാര്യമാണ്. അത് ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെ അങ്ങനെ ഉണ്ടാവും, കാണാമല്ലോ. പക്ഷെ പ്രശ്നത്തിലുപരി അവര് ഈ പറയുന്ന പോലെ കണക്ഷൻ ബോണ്ടിങ് ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഇപ്പൊ ഞാനൊരു ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഒരു പക്ഷേ ഫസ്റ്റ് ദിവസം തൊട്ട് എങ്ങനെയാണ് കണക്ഷൻ ആയതെന്ന് സോഷ്യൽ മീഡിയ ചിലപ്പോൾ കാണില്ല, അല്ലെങ്കിൽ നിങ്ങൾ ടി വിയിൽ കാണില്ല. ഞങ്ങൾ കണക്ഷൻ ആകാൻ പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോ ഒരു പക്ഷേ ഇവന് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും ഫുഡ് നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈക്വൽ ആയിട്ട് നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാം, അതൊക്കെ കൊണ്ടായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ അവിടെ ഈ ഷാനവാസ് ഇപ്പൊ ആതിര നൂറ ഞാനായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര നല്ല കണക്ഷൻ. അതായത് ആതിരായിട്ട് അവള് ആലുവ എന്നുള്ള രീതിയിലായതുകൊണ്ട് ഞാനും അവളുടെ ഭാഷയും സിമിലർ ആയതുകൊണ്ട് നമ്മൾ മര്യാദയ്ക്ക് സംസാരിക്കുമ്പോ ചിലപ്പോ എല്ലാം കൊച്ചിക്കാരാണ് ഈ പ്രാവശ്യം. അത് നമ്മൾ എന്തെങ്കിലും ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ബിന്നി ആ സാമാനും അവന് ബാക്കിയുള്ള 3 പേര് അനുമോളൊക്കെ ഇറങ്ങിയുണ്ട് കേട്ടോ. അനുഭവമുണ്ട്. പക്ഷെ പിന്നെ ഈ പറഞ്ഞ 4 പേര് പിന്നെ അല്ല നമ്മളാടാ പറഞ്ഞ നമ്മള് 3 ഇല്ല സാവുമാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളായിട്ട് നല്ല കണക്ഷൻ. ഇവ പോയി കഴിഞ്ഞിട്ട് സാവുമാനായിരുന്നു ബെറ്റില്. അവൻ അങ്ങോട്ട് മാറിയല്ലേ, അവന്റെ കുറെ നാൾ. അല്ല അവനൊരു കണക്ഷൻ വേണ്ടേ, അവനൊരു കണക്ഷൻ വേണ്ടേ, അവനൊരു എന്താ പറയാ ഒരു കണക്ഷൻ തോന്നണം. അതായത് എനിക്ക് സാമാന്യം നേരത്തെ പരിചയമുണ്ട്, ലൈക്ക് അവന്റെ വീഡിയോസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഫസ്റ്റ് ഒരു കണക്ഷൻ പുള്ളി അവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് എൻകറേജ് ചെയ്ത് കൊടുത്തു, അല്ലെ? നമ്മളൊക്കെ പുള്ളിക്ക് എൻകറേജ് ചെയ്ത് കൊടുത്തു, നീ കളിക്ക് ഗെയിം കളിക്കുന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് സാമാന്റെ കാര്യത്തില്. നല്ല നീ ഞാനുമായിട്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു പാവമാണ് അവൻ. ഞാൻ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് അവനത് പലപ്പോഴും ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്താ ചേട്ടാ ഞാൻ എങ്ങനെ നിൽക്കണം, എന്ത് ചെയ്യണം ചേട്ടാ, ഇവിടെ ഒന്നും ഇങ്ങനെ ഈ പറയുന്ന പോലെ സൈലന്റ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ഇടപെടാം. ഞാൻ പറഞ്ഞു വേണ്ടടാ, നീ ആയിട്ട് നിൽക്കുക, ഇങ്ങനെ നിന്ന് ഇത് ഇഷ്ടപ്പെടുന്ന കാര്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നു, അടികൂടാൻ. അവിടെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി തന്നെ പറഞ്ഞു എല്ലാവരും വ്യത്യസ്തനാണ്. അതാണ് എല്ലാവരും ഒരേ രീതിയിൽ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഈ പറയുന്ന അടി കൂടുന്നു ഫൈറ്റ് കൂടുന്നതിലുപരി അവൻ നിൽക്കുന്നു, ഇഷ്ടപ്പെടുന്നു. കറക്റ്റായിട്ട് നിൽക്കുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു എന്ത് കാര്യത്തിനും ഇടി വീഴണം, എന്നാലേ ഇത് പുറത്തു പോകുള്ളൂന്ന് ഉള്ള കാഴ്ചപ്പാടുള്ള ഗെയിം. ഡിഫറെന്റ് ആയിട്ട് കളിക്കുന്നു നിൽക്കുന്നു. അതുകൊണ്ടാണ് അവനിപ്പോ എത്ര പൊസിഷൻ. ഇന്നലെ ലാസ്റ്റ് ആര്യന്റെ കൂടെ ലാസ്റ്റ് ഗെയിമിലൊക്കെ നിൽക്കുന്നു. അല്ല ഞാൻ ആക്ച്വലി ഗെയിമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് എപ്പിസോഡ് ഒന്നും വീക്കെൻഡ് എപ്പിസോഡ് മാക്സിമം വീക്കെൻഡ് എപ്പിസോഡ് കാണും. കാരണം നമുക്ക് ആര് പോയി ആര് ഉണ്ടെന്നുള്ള അറിയണം. നമ്മുടെ എപ്പിസോഡ്സ് പോലും കാണാൻ ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഓക്കെ ആയി വന്നിട്ടില്ല ബ്രോ ഇപ്പോഴും. അതങ്ങനെ അത് പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഞാൻ പറഞ്ഞാല് ഒരു അതിന്റെ ഗെയിം അനാലിസിസ് കുറെ റിവ്യൂവേഴ്സും അവരൊക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ട്രാക്ക് പിടിക്കണമെങ്കിൽ നമ്മൾ ഈ സീസൺ പിന്നെയും പോയിട്ട് ഒന്നും തൊട്ട് ആയതോട്ട് കാണണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അത് നമ്മളെ തന്നെ ടി വി കാണാനൊരു അത് ഞാൻ പറയാ. ഞങ്ങൾ തമ്മിൽ എപ്പോഴും പറയാറുണ്ട് ഈ ചെറുക്കന്റെ കളി 3-ാമത്തെ ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ടില്ല. അതായത് 3-ാമത്തെ ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെയിം ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു എന്താ പറയാ ആര്യനായിട്ട് ഒരു നല്ല കണക്ഷൻ ഉണ്ട് നമുക്ക്. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ആര്യനാണെങ്കിലും ജിസയിലാണെങ്കിലും ഇവരിൽ ആരെങ്കിലും ഒരാൾ നന്നായിട്ട് കളിക്കണമെങ്കിൽ ഇതിന് ഒരാള് പോകണം. അപ്പൊ ഈ പറഞ്ഞ നമ്മള് കണ്ടപ്പോ മനസ്സിലായി കാണുമല്ലോ ജിസയിൽ പോയതിനു ശേഷം അവന്റെ പെർഫോമൻസിലുണ്ടായ മാറ്റം എന്താണെന്ന് ഓഡിയൻസ് പറയട്ടെ, അല്ല ഞങ്ങൾ പറയുന്നതിനേക്കാളും നല്ലത് ഓഡിയൻസ് പറയുന്നത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഇപ്പൊ അവിടെ ഗെയിമിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഒരാൾ ഒരു പ്രത്യേക സ്ട്രാറ്റജി സേഫ് ആയിട്ട് കളിക്കുന്നു, ആ സ്ട്രാറ്റജി പൊളിക്കുക എന്നുള്ളതല്ലേ. എന്നാലല്ലേ നമ്മളെ ഗെയിം മുന്നോട്ട് പോകും. അപ്പൊ ഇവര് ഈ ഒരു സ്ട്രാറ്റജിയിൽ സേഫ് ആണ്. ഓക്കെ, അപ്പൊ ആ സ്ട്രാറ്റജി നമ്മൾ എന്തായാലും നമ്മൾ പൊളിക്കാൻ നോക്കും. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ടി വിയിലേക്ക് പുറത്തു പോകുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല. ഇപ്പൊ ഒരു ചർച്ച അക്ബറായിട്ട് എങ്ങനെയാണ് പോയത്, അത് എങ്ങനെയാ വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരാള് അവിടെ കേട്ടിരിക്കുന്ന ആളായിരിക്കും, അപ്പൊ അയാളും പിന്നെ ആ ചർച്ചയുടെ ഭാഗമാവും. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവമായിരിക്കും. അപ്പൊ ഇത് നമ്മള് ആസ് എ ഗെയിമർ ഒരു എന്താ പറയാ ജിസയിലും ആര്യനുള്ള ഒരു സേഫ് ഹോൾഡ്. കാരണം വെച്ചാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ചെയ്യുന്നുണ്ട്, നോമിനേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേവർ ചെയ്യുന്നുള്ള രീതിയിലുള്ള ഇത് പറയുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം അവിടെ ഓരോരുത്തരെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിപ്പിക്കാന്നുള്ളതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇൻഡിവിജ്വൽ ആയിട്ട് കളിപ്പിച്ചാലല്ലേ നമുക്ക് അവരായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ലെവൽ ടു ലെവലായിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് കളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവും. അതായത് നമുക്ക് ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ ഫേവറിറ്റിസം അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത് ഗെയിമില്. അതിലുപരി ആ ഒരു ഗെയിം
പൊളിക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. ആ, അത് പൊളിക്കുക. എന്നുള്ളൊരു അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഒരു സംഭവമുണ്ട്. അവസാന നിമിഷം ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഞാനിപ്പോ ഇവൻ പോയി, പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നു. ഞാൻ ഇറങ്ങിയിട്ട് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ഷോ പോലത്തെ ആൾക്കാർ കാണുന്നെങ്കിൽ ചിലപ്പോ ഷോയിൽ കാണുമ്പോഴത്തേക്കും ഓക്കെ ഒരു എന്താണ് പറയാ പോസിറ്റീവ് സൈഡില് ഞാൻ നോക്കുമ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങിയ ദിവസം തന്നെ ജിഷയിലും നെക്സ്റ്റ് ഡേ ഇറങ്ങി. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആയി, നമ്മൾ അവരുടെ ഒരു സ്ട്രാറ്റജി പൊളിക്കാൻ നോക്കിയത് അതേപോലെ തന്നെ കാര്യമായിട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പിന്നീട് ജിഷയിൽ ഇവിടെ വന്നപ്പോ ഞാൻ ഒരുപാട് മീറ്റ് ചെയ്ത് ഞങ്ങൾ ഒരുപാട് കണ്ടു. ആ ഗെയിമിനുള്ള കാര്യങ്ങള് ഈ പറഞ്ഞ പോലെ നമ്മള് ആസ് ഗെയിമേഴ്സ് നല്ലൊരു ബോണ്ടിങ്ങുകളാണ്. ജിഷേരി ഞാനായിട്ട് ആദ്യമായിട്ട് ഭയങ്കര കണക്ഷൻ ആയിരുന്നു. ഈ ഫസ്റ്റ് വന്നപ്പോ തന്നെ എന്റെ ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് ഇണങ്ങി പോകുന്ന ആളാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഗെയിമിന്റെ ഭാഗത്തിൽ എല്ലാവരും ഗെയിമിന്റെ ഭാഗത്തിൽ മാത്രമായിട്ട് കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂല് വരുമ്പോഴത്തേക്കും അവിടെ വോയിസ് ഉയർത്തിയതും പിന്നെ പുറത്ത് ആ പറഞ്ഞ കാര്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീരുമ്പോ ഒരിക്കലും ഈ ഗെയിം വരുന്നില്ല മൈൻഡില്. നമ്മൾ ഒരിക്കലും ഗെയിമിൽ എന്ത് ചെയ്തു, നിങ്ങൾ ഗെയിമിൽ എന്ത് അത് ചെയ്തു എന്നുള്ളത് സംസാരിക്കാറില്ല. പിന്നെ അതിനുശേഷം ഇല്ല, അത് അവിടെ ഇപ്പൊ തന്നെ ഞാനും അവനും സംസാരിക്കുമ്പോ അവന് മാത്രം ഒരു സ്പേസ് അവൻ എടുത്ത് സംസാരിക്കുമ്പോ ഞാൻ മിണ്ടാതിരിക്കുന്നതിന്റെയും കാരണം പലപ്പോഴും ഒപ്പീനിയൻസ് ഞങ്ങൾക്ക് ഡിഫറെന്റ് ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ സൗഹൃദം ആ ഒപ്പീനിയൻസ് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ സൗഹൃദത്തിനെ അത് ബാധിക്കാതെ ഞങ്ങൾ നോക്കും. അതാണ് ആദ്യം. പിന്നെ അക്ബർ നമ്മൾ ഒരുമിച്ച വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഇത് അത് ആദ്യം ഒരു നാലാമത്തെ ആഴ്ച എന്തോ പോയെന്നാണ്. അപ്പൊ അതിനുശേഷം അക്ബർ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഒരു സുഹൃത്ത് പോകുന്നു, നല്ലൊരു ക്ലോസ് സുഹൃത്ത് പോകുന്നു. അപ്പൊ അവൻ ഡൗൺ ആണെന്ന് നമുക്കറിയാലോ. ആ സമയത്ത് അവന് ഒരു ഇത്തിരി സ്ട്രെങ്ത് കൊടുക്കുക. അവൻ നല്ലൊരു ഗെയിമറാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പുറത്ത് വന്നപ്പോഴായിരിക്കാം മേ ബി ഇവനത് കൂടുതൽ മനസ്സിലാവുന്നത്. കാര്യം അത്രയും അടുത്ത് നമ്മള് ഈ പറഞ്ഞ അപ്പൊ അവന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് അപ്പാണി. അപ്പൊ അപ്പാണി പോയപ്പോ അക്ബർ ഈ പറഞ്ഞ പോലെ ആസ് എ ഗെയിമർ ഈ പറഞ്ഞ പോലെ നമ്മള് എല്ലാരും അവനോട് സാരമുള്ള കുഴപ്പമില്ല നമുക്ക് തിരിച്ചു. അങ്ങനെ പിന്നീട് നമ്മൾ തമ്മിൽ എന്തോരം കാര്യങ്ങളായിരുന്നു. ഫാക്ടറി ടാസ്ക് ഒക്കെ നമ്മൾ പൊളിച്ചില്ലേ, ഞങ്ങള് മൂന്നുപേരായിരുന്നു. നെക്സ്റ്റ് രണ്ടാമത്തെ വീക്ക് എന്തോ അത് കഴിഞ്ഞിട്ട് അക്ബറും ഞാനും ഈ സ്പോൺസർ ടാസ്ക് വന്നു കഴിഞ്ഞാൽ ടീം അക്ബർ ടീം പറഞ്ഞിരിക്കും എപ്പോഴും. അപ്പൊ അതായത് നമ്മള് ഡിബേറ്റ് വരുമ്പോ ഞാൻ മോഡറേറ്റർ, അക്ബർ വേറെ ഇവൻ വേറെ, അങ്ങനെയൊക്കെ ഇരിക്കും നമ്മള്. പക്ഷെ അത് കഴിഞ്ഞ് മാറുമ്പോഴത്തേക്ക് പിന്നെ ഗെയിം കഴിഞ്ഞു. പിന്നെ നമ്മള് ഇരുന്ന് സംസാരിക്കും. ഈ സീസണിൽ എല്ലാവർക്കും അങ്ങനെ ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ടല്ലേ. ഈ സീസണിൽ ഒരു പ്രത്യേകത. ഇപ്പൊ ആര്യൻ ഫോർ എക്സാമ്പിൾ, ആര്യൻ ഒരു ദിവസം ഈ ഇഷ്യൂ വന്നപ്പോ വൈൽഡ് കാർഡിന്റെ ഇഷ്യൂ വന്ന ദിവസം അവൻ എന്നിട്ട് എന്നോട് അത് പ്രത്യേകം പറയാം. അതായത് അന്നത്തെ ദിവസം അവൻ എന്റെ ടീമിലാ, ബാത്റൂം ടീമില്. ഞാനോട് പറഞ്ഞു നീ പണിയെടുക്കണ്ട, അവൻ മെന്റലി എഫക്റ്റഡ് ആണ്, നീ പണിയെടുക്കണ്ട, ഞാൻ എടുത്തോളാം. അതായത് നീ ഇന്ന് വേണ്ട പണിയെടുക്കണ്ട എന്നുള്ള രീതിയിൽ. അപ്പൊ അത് എല്ലാരും അവിടെ കൺസിഡർ ചെയ്യാറുണ്ട് അല്ലെ. നമ്മളിപ്പോ ഷാനവാസ്ക കുറച്ച് ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ടാസ്കിൽ ഷാനവാസ്കനോട് പറയും ഷാനവാസ്ക ഈ കാര്യം ചെയ്യണ്ട, അല്ലെങ്കിൽ ഷാനവാസ്ക സ്വയം പറയടാ എനിക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ പറയും കുഴപ്പമില്ല ഞങ്ങൾ ചെയ്യാൻ ബാക്കി. അതൊക്കെ അവിടെ ഒരു കൺസിഡറേഷൻ എല്ലാവർക്കും ഉണ്ട് അങ്ങനെയുള്ള കാര്യത്തില്. തീരെ കൺസിഡറേഷൻ മേടിക്കാത്ത ആളാരാന്നറിയും, തീരെ കൺസിഡറേഷൻ മേടിക്കാത്ത ആള്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു എന്താണ് അതിന്റെ പേര്, എനിക്ക് ഒരു കൺസിഡറേഷനും വേണ്ട എന്നുള്ള രീതിയിൽ എല്ലാ ഫിസിക്കൽ ടാസ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ അവന്റെ എഫേർട്ട് ഇടാൻ നോക്കുന്നത് ഇവരാണ്. ഇവന് തോന്നിയത് മാത്രമല്ല, ഞാൻ ഓപ്പൺലി പറയാം, എനിക്ക് ഫിസിക്കൽ ടാസ്ക് എനിക്ക് ഭ്രാന്താണ്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മാറിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ തോറ്റ് കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം മൊത്തം ഞാൻ ഇതിന്റെ അടുത്ത് വേറെ കാര്യം നമ്മളിപ്പോ ഈ പറഞ്ഞ ഫിസിക്കൽ ടാസ്ക് ഏതെങ്കിലും ഒരെണ്ണം മര്യാദ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ടാസ്ക് ലൈക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ. അവിടെ മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുമ്പോ എല്ലാ ഓട്ട മത്സരമായിരുന്നു. ഓട്ട മത്സരം കഴിഞ്ഞിട്ട് പിന്നെ മൈൻഡ് ഗെയിമും പിന്നെ വേറെ സ്ട്രെങ്ത് എബിലിറ്റി എൻഡ്യൂറൻസ് അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മള് ഈക്വലായി. പിന്നെ ആൾക്കാരെ നമ്മള് ഈ പറഞ്ഞ പോലെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യൂല. ഇവിടെ അവിടെ ഗെയിമേഴ്സ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇതിനാണ്, ഈ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്. അപ്പൊ നമ്മളുടെ സ്പേസ് നമുക്ക് ഈ പറഞ്ഞ പോലെ കാണിക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടാസ്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് എല്ലാരും ഈ പറഞ്ഞ പോലെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ഞാനും ഇവൻ 3 തവണ ക്യാപ്റ്റൻസിൽ വന്നല്ലേ, ഞാൻ 3 തവണ ക്യാപ്റ്റൻസിൽ വന്ന്. അപ്പൊ അതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഓൾറെഡി മൊത്തത്തിൽ 14 ആഴ്ചയുള്ളൂ. 3 തവണ ഇവൻ ക്യാപ്റ്റൻസിൽ വന്ന്, 3 തവണ ഞാൻ ക്യാപ്റ്റൻസിൽ വന്ന്. ഒരു വിധപ്പെട്ട ഒരു 5 ആഴ്ച ഞാനോ ഇവനോ അല്ലെങ്കിൽ നെവിനോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ക്യാപ്റ്റൻസിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഹൗസിന്റെ ഫുള്ള് ഹൗസ് മേറ്റ്സിന്റെ അംഗീകാരത്തോടെയാണല്ലോ ക്യാപ്റ്റൻ ആവുന്നത്.
അപ്പൊ ഹൗസ്മേറ്റ്സിന് നമുക്ക് ചെയ്ത ടാസ്കുകൾ അറിയാം, നമ്മൾ കൊടുത്ത എഫേർട്ട് അറിയാം, അതിന്റെ ബേസിസിലാണ് അവര് നമ്മളെ ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് പിന്നെ വേറെ ഈ നല്ലൊരു മത്സരം